ധന്യമായ സമയത്തെ ഓർത്ത് എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ഗ്രേസ് ടി വിയുടെ 5ാമത് വാർഷികത്തിൽ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവ്വകൃപാലുവാകുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുകയും ചെയ്യുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ദൈവസഭയുടെ അനുഗ്രഹീതനായ ശുശ്രൂഷകൻ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ഗിൽഗാൽ ആശ്വാസ ഭവൻ്റെ തുടക്കം കുറിക്കുകയും പ്രാർത്ഥനയിൽ മുന്നേറുകയും സഹജീവിയോടുള്ള ദൈവികമാകുന്ന മനോഭാവത്തോടെ ഇടപെടുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ പാസ്റ്റർ പ്രിൻസ് പാസ്റ്റർ, അതുപോലെ തന്നെ ദൈവസഭയുടെ സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ സാംകുട്ടി മാത്യു, ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ഗ്രേസ് ടി വിയുടെ പ്രവർത്തകർ, പ്രിയ തോമസ് കുട്ടി പാസ്റ്റർ, എല്ലാവരെയും ഓർത്ത് കർത്താവിന് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. കാലഘട്ടത്തെ വിവേചിക്കുന്നവരാണ് നാം ഓരോരുത്തരും. കാലത്തെ വിവേചിച്ച് മുന്നേറുക എന്നത് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമയുമാണ്. വാർത്തകൾ വാമൊഴിയായി തുടർന്ന് വരമൊഴിയായി പകരപ്പെട്ട് അതിൽ നിന്ന് അച്ചടി മാധ്യമങ്ങളിലേക്കും തുടർന്ന് നേരിട്ട് കാണാവുന്ന വിഷ്വൽ മീഡിയകളിലേക്കുമൊക്കെ മാധ്യമങ്ങൾ മാറി വന്ന് ഇന്ന് പ്രിൻ്റഡ് മീഡിയയ്ക്ക് വില കുറഞ്ഞ് വിഷ്വൽ മീഡിയയിൽ നിന്ന് സൈബർ ഇടങ്ങളിലേക്ക് ആ മനുഷ്യൻ്റെ വേഗതകൾ, സഞ്ചാരങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ കാലഘട്ടത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസൃതമായി പ്രവർത്തിപ്പാൻ കഴിയുന്ന രീതിയിൽ ഗ്രേസ് ടി വിയും സുവിശേഷ പ്രഘോഷണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട മാർഗം കഴിഞ്ഞ 5 വർഷമായി അവർ യൂട്യൂബിലൂടെയും മറ്റുള്ള ഫേസ്ബുക്ക് ചാനലിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഒക്കെ കർത്താവിൻ്റെ നാമത്തെ വളരെ ശക്തമായി പ്രഘോഷിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ആശ്വാസമായി മാറുവാൻ ദൈവം അവരെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. ഏറ്റവും അടുത്ത സ്നേഹിതന്മാരിൽ ഒരാളാണ് പാസ്റ്റർ റെനി ഇടപ്പറമ്പൽ. ദൈവസഭയുടെ ശക്തമായിരിക്കുന്ന ശുശ്രൂഷകന്മാരിൽ ഒരാളായി താൻ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ കർമ്മമണ്ഡലങ്ങളിലും പ്രാർത്ഥനയോടും പ്രതിസന്ധികളുടെയും ഒക്കെ നടുവിൽ അതിനെ ധീരതയോടെ നേടിയിടുവാൻ പ്രിയ ദൈവഭൃത്തിനെ സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ മൂത്ത മകളുടെ പേരായിരുന്നു ഗ്രേസ്. ഞാൻ ഇന്നും ഓർക്കുന്നു ആ കുഞ്ഞിനെ. ചെറുപ്പം മുതൽ ആ കുഞ്ഞിൻ്റെ വേർപാടും ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ്. അതിൽ നിന്നാണ് ആ പേര് ഉൾക്കൊണ്ട് അതിനനുസൃതമായി ഒരു 2ാം യാത്ര, ജീവിതത്തിൻ്റെ ഒരു 2ാമത്തെ യാത്രയിൽ യോബിനെ പരീക്ഷിച്ചതുപോലെയൊക്കെ ദൈവം തൻ്റെ മക്കളെ പരീക്ഷിച്ചു എങ്കിലും ഒന്നിന് പകരം ഇരട്ടിയായി സകലതും മടക്കി കൊടുത്ത് സ്വർഗീയ പിതാവ് ഇതുവരെയും നടത്തുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. ഇവിടെ ഇപ്രകാരം ഈ മീറ്റിങ്ങിൽ സംബന്ധിപ്പാൻ കർത്താവ് എനിക്ക് നൽകി തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്, ചോദിക്കില്ല, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കും. ചോദിക്കുന്ന ഏതൊരുവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്ന ഇവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്ന് കിട്ടുകയും ചെയ്യും. തിരുവചനം അസന്നിഗ്ധമായി ഓർപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. പക്ഷേ അപ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. നമ്മളെല്ലാവരും വ്യക്തിപരമായി ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നവരാണ്. നാളിതുവരെയുള്ള നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ആകമാനം ഒന്ന് അനുസ്മരിച്ചാൽ, അതിനെക്കുറിച്ച് ഒന്ന് അപഗ്രഥിച്ചാൽ, നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകൾക്കും സ്വർഗത്തിലെ ദൈവം മറുപടി നൽകി തന്നിട്ടുണ്ടോ ഇല്ലയോ എന്നത് ഒരു ചിന്തനീയമായ വിഷയമാണ്. ചില വിഷയങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം മറുപടി നൽകി തരുന്നു. ചിലതിന് അല്പകാലം കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നു. ചില വിഷയങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരിക്കലും മറുപടിയെ ഇല്ലാതെയായി മാറുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം കേൾക്കാത്തത് കൊണ്ടല്ല, ദൈവം അതിനെ അറിയാത്തത് കൊണ്ടല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ സ്വർഗീയ പിതാവ് ആ പ്രാർത്ഥനകളെ കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന മറുപടി നമുക്ക് പലപ്പോഴും കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ വേദനിക്കും, നമ്മുടെ ഹൃദയം വേദനിക്കും.
എന്നാൽ തിരുവചനത്തിൻ്റെ അകത്തുകൂടെ നമ്മൾ നോക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന പ്രധാന വസ്തുത, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിഷയത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനിടയിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അതത് ദിവസത്തെ നിലനിൽപ്പിന് ആവശ്യമായിരിക്കുന്ന ദൈവിക നന്മകളെ നൽകി തന്ന് നടത്തുന്ന ചില വിധങ്ങളുണ്ട്. അതാണ് നാം ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്തുതിപ്പാൻ കാരണമായി തീരുന്നത്. ജീവിതത്തിനകത്ത് പ്രതിസന്ധികൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കുന്നതിന് ചിലപ്പോൾ നമുക്ക് ഉത്തരം കണ്ടെത്തുവാൻ കഴിയത്തില്ല. ജീവിതത്തിലെ കണ്ണുനീരുകൾ എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ചിലപ്പോൾ ഉത്തരം കണ്ടെത്തുവാൻ നമുക്ക് കഴിയത്തില്ല. എന്തുകൊണ്ട് ചില വിഷയങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയില്ല. അതിനെക്കുറിച്ച് അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഏറ്റവും ശക്തമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഏറ്റവും ശക്തനായിരിക്കുന്ന സുവിശേഷകന്മാരിൽ ഒരുവനായിരിക്കുന്ന, ലോകത്തെ മുഴുവൻ കീഴ്ബലം മറിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ദൈവസന്നിധിയിലേക്ക് ആദായപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പൗലോസ് താൻ ചെല്ലുന്ന ഇടങ്ങളിൽ അനേകം ആളുകൾ കർത്താവിന് വേണ്ടി വേർതിരിയപ്പെടുന്നുണ്ട്. കൈവയ്ക്കുന്നവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നുണ്ട്. തൻ്റെ ഉത്തരീയമോ റുമാലോ കൊണ്ടയിട്ടാൽ രോഗികൾ സൗഖ്യമാകുന്നുണ്ട്. പക്ഷേ പൗലോസിന് മാത്രം ചില വിഷയത്തിന് മേൽ വിടുതൽ ഉണ്ടാകുന്നില്ല. ആ വിഷയത്തെ പൗലോസ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒന്ന് പ്രാർത്ഥിച്ചു, പൗലോസിന് മറുപടി കിട്ടിയില്ല. ഒന്നുകൂടെ പ്രാർത്ഥിച്ചു, പൗലോസ് എന്ത് ചെയ്തില്ല, പിന്നെ മറുപടി ഒന്നും കാണുവാൻ കഴിഞ്ഞില്ല. ഒന്നുകൂടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പൗലോസിനുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, പൗലോസേ, ആ മുള്ള് നിൻ്റെ മേലിരിക്കട്ടെ, അത് നീങ്ങിപ്പോകാൻ നീ പ്രാർത്ഥിക്കണ്ട. അത് നിനക്കൊരിക്കലും മാറ്റമുള്ള സാധ്യതയുള്ളതല്ല. നിന്നിൽ നിന്നത് മാറ്റുവാൻ ഞാൻ ആഗ്രഹിക്കുന്നതുമില്ല. പൗലോസ് അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞു, എന്നിട്ട് ദൈവത്തിൻ്റെ ഒരു ശബ്ദം പൗലോസ് അവിടെ കേൾക്കുകയാണ്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാ. അതുകൊണ്ട് പൗലോസ് ആ ഭാഗം അടുത്ത ടേമിലേക്ക് പോകുമ്പോൾ, അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ പറയുക, ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ എൻ്റെ ബലഹീനതകളിൽ ഏറ്റവും അധികം പ്രശംസിപ്പാൻ ഇടയാകുന്നു എന്ന് പൗലോസ് അവിടെ പറയുന്നു. നാം ഓർക്കണം, നമ്മുടെ പ്രാർത്ഥനകൾ എന്തുകൊണ്ട് നമുക്ക് പല ചോദ്യങ്ങളുണ്ട്. നമുക്ക് ഉത്തരം ലഭിക്കാത്ത അനേക ചോദ്യങ്ങൾക്ക് പലതിനും ഉത്തരം ലഭിക്കാൻ കഴിയുന്നില്ല. പിറവിയിലെ കുരുടനായിരിക്കുന്ന ഒരുവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ശിഷ്യഗണങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള യഹൂദ സമസ്തകൾ അവനോട് ചോദിക്കുക, യേശുവിനോട് ചോദിക്കുക, എന്തുകൊണ്ടാ ഇവൻ പിറവിയിലെ ഇങ്ങനെ പിറക്കുന്നത്? ഇവൻ ഒരു കുരുടനായി പിറക്കുവാനുള്ള കാരണം എന്ത്? ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ? ഇവൻ ആരാണ് പാപം ചെയ്തത്? ഹൂ ഡിഡ് ദ സിൻ? ആര് പാപം ചെയ്തു? അതിനുള്ള യേശു പറയുന്ന ഉത്തരം, ആരുടെയും പാപത്തിൻ്റെ പരിണിത ഫലമല്ല, ദൈവിക പ്രവൃത്തി ഇവനിലൂടെ വെളിപ്പെടേണ്ടതിനായി, ദൈവകരം ഇവനിലൂടെ വെളിപ്പെടേണ്ടതിനായി, ദൈവശക്തി ഇവന്റെ മേൽ വ്യാപരിക്കേണ്ടതിനായി ഇവൻ ഇങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ലോകത്തിൽ അതിന് ഉത്തരം പറയുവാൻ പലർക്കും നമുക്ക് കഴിയത്തില്ല എന്ന് വരികിലും ഇതിൻ്റെയൊക്കെ പിറകിൽ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. അതിൻ്റെയൊക്കെ പിറകിൽ വ്യാപരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. ആ ദൈവശക്തിയുടെ അനുഗ്രഹം എന്താണ് എന്ന് ഇവിടെ വെച്ചല്ല നാം തിരിച്ചറിയുന്നത്. നിത്യതയിലെത്തുമ്പോൾ, ദൈവസന്നിധാനത്തെങ്കിൽ എത്തുമ്പോൾ, ആരും അവിടെ എല്ലാവരും തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ നിൽക്കുമ്പോൾ ദൈവം അതിന് ഉത്തരം തരും. മകനെ, നിന്നെ അങ്ങനെ കൊണ്ടുപോയത് എൻ്റെ പാതയിൽ നിന്നെ നിരപ്പിക്കാനായിരുന്നു, എൻ്റെ പാതയിൽ നിന്നെ കൊണ്ടുപോകാനായിരുന്നു. അതിൻ്റെ പിൻപിൽ എനിക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഞാൻ എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം എൻ്റെ നിന്റെ ജീവിതത്തിന് മേൽ നിറവേറുവാൻ ഇടയായി തീർന്നു എന്ന് കർത്താവ് നമ്മോട് പറയുന്ന സുദിനങ്ങൾ സംജാതമാകുക തന്നെ ചെയ്യും. ദൈവവചനം അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? ആധികാരികമായിട്ട് ഓർപ്പിക്കുന്നുണ്ട്. നാം തിരഞ്ഞെടുക്കുന്ന സമയം വരെ ചിലപ്പോൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കേണ്ടതായിട്ട് വരും. എല്ലാറ്റിനും ഒരു സമയമുണ്ട് എന്നാണ് പറയുന്നത്. പ്രാർത്ഥനയിലേക്ക് നയിക്കേണ്ടത് നോക്കണം. കൊളക്കരയിൽ കിടക്കുന്ന ആ രോഗിക്ക് സൗഖ്യമാകുവാൻ 38 വർഷം എടുക്കുക. രക്തസ്രവക്കാരിയായ സ്ത്രീക്ക് സൗഖ്യം പ്രാപിക്കുവാൻ 12 വർഷം എടുക്കുകയാണ്. കൂനിയായി ദൈവാലയത്തിൽ പോകുന്ന ആ സ്ത്രീക്ക് അവിടെ കൂന് മാറുവാൻ 18 സംവത്സരം എടുക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ സമയം, എല്ലാവരുടെയും സമയം ഒരുപോലെ ആയിരിക്കത്തില്ല. ഓരോരുത്തർക്കും സമയം വ്യത്യസ്തമായി വിഭാഗിച്ചു കൊടുക്കപ്പെട്ടതുപോലെ അവർക്കൊക്കെ വിടുതലുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ല ലാസറിന്. ധനവാന്റെ വീടിൻ്റെ വാതിക്കൽ കിടക്കുന്ന ലാസർ
പ്രാർത്ഥിച്ചു കാണും, ആഗ്രഹിച്ചു കാണും തൻ്റെ അവസ്ഥയ്ക്കൊരു ഭേദം വരണമെന്ന്, തൻ്റെ അവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാകണമെന്ന്, തൻ്റെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യസ്തത ഉണ്ടാകണമെന്ന്, തനിക്ക് സ്വന്തമായി ഒരു ഭവനം ലഭിക്കണമെന്ന്. പക്ഷേ നായ്ക്കൾ വ്രണം നിൽക്കുന്ന അവസ്ഥ മാറിയതായി വചനം പറയുന്നില്ല. അവൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വന്നതായി തിരുവചനം പറയുന്നില്ല. പക്ഷേ അവനെ എതിരേൽപ്പാൻ, അവൻ്റെ ആത്മാവിനെ എതിരേൽപ്പാൻ ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ടായിരുന്നു. അവൻ്റെ ആത്മാവിനെ കൊണ്ടുപോകുവാൻ ദൈവദൂതന്മാർ അവിടെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു. ആ മനുഷ്യൻ മരിച്ചു. ലോകത്തിൽ വലിയ ശ്രേഷ്ഠത പറയാനില്ലായിരുന്നു. ആളുകളുടെയും മുമ്പിൽ പ്രശംസിക്കത്തക്ക വാക്കുകൾക്ക് വഴികൾ ഒന്നുമില്ലായിരുന്നു. എല്ലാവരാലും തള്ളപ്പെട്ടവനായിരുന്നു, എല്ലായിടത്തും ഉപേക്ഷിക്കപ്പെട്ടവനായിരുന്നു. പക്ഷെ ഉപേക്ഷിക്കപ്പെട്ട ഇടത്ത് ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവനായിരുന്നു. ഇന്ന് പകൽ ഈ ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്, ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവരായി മാറുവാൻ നമുക്ക് കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ജീവിതത്തെക്കാൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ നിത്യതയിൽ ആനന്ദത്തോടെ വസിപ്പാൻ കഴിയുന്ന ഒരു സുദിനം നമുക്കുണ്ടാകും. അതുകൊണ്ട് ദൈവസന്നിധാനത്തിങ്കൽ പ്രാർത്ഥന കേട്ടില്ല എങ്കിലും ലാസർ ഭക്തിയോടെ ദൈവസന്നിധാനത്തിങ്കൽ നിന്നു. പ്രാർത്ഥന കേട്ടില്ലെങ്കിലും മറുപടി ലഭിച്ചില്ലെങ്കിലും ആ ഭക്തരൊക്കെ അവിടെ ദൈവം മുൻപാകെ ഭക്തിയോടെ നിലകൊള്ളുവാൻ അവർക്ക് സാധ്യമായി തീർന്നു. അതുകൊണ്ട് ജീവിതത്തിൻ്റെ അവസാനം വരെയും നമുക്ക് നമ്മുടെ യേശുവിനെ പിൻപറ്റാം, നമുക്ക് നമ്മുടെ യേശുവിൻ്റെ പിന്നാലെ അനുഗമിക്കാം. മറ്റൊന്നിനെക്കാട്ടിലുപരി എല്ലാ സ്നേഹവും എല്ലാം നമുക്ക് നമ്മുടെ കർത്താവിന് നൽകി കൊടുക്കാം. കാരണം ഈ കഷ്ടത ഈ ലോകത്തിലേ ഉള്ളൂ, ഈ വേദന ഈ ലോകത്തിലേ ഉള്ളൂ, ഈ പ്രയാസം ഈ ലോകത്തിലേ ഉള്ളൂ. ജിം റീസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം അമേരിക്കയിലെ തെരുവീതികളിൽ ഒരു പാലത്തിൻ്റെ അരികിലൂടെ, ഒരു നദിയുടെ തീരത്തുകൂടെ നടക്കുമ്പോൾ ഇഷ്ടം പോലെ കാശുണ്ട്, ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ട്, സെലിബ്രിറ്റിയാ, ലോകം അറിയപ്പെടുന്ന ഗായകന, പാട്ടിപ്പന, ഒന്നിനും കുറവില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സന്തോഷം എന്തെന്നറിയത്തില്ലായിരുന്നു, സമാധാനം എന്തെന്നറിയത്തില്ലായിരുന്നു. താനിങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ പാലത്തിൽ, ആ നദിയുടെ കുറുകെയുള്ള പാലത്തിൻ്റെ തൂണിന്മേൽ ചാരിയിരിക്കുന്ന ഒരു യാചകനെ അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. യാചകൻ, ഹോംലെസ് എന്നാണ് അമേരിക്കയിൽ പറയുന്നത്, ആ ഭിക്ഷക്കാരൻ തൻ്റെ ഭിക്ഷച്ചട്ടി ഈ ജിം റീസിന് നേരെ, യോഗ പ്രശസ്ത ഗായകനായിരിക്കുന്ന ജിം റീസിന് നേരെ നീട്ടി. അദ്ദേഹം തൻ്റെ കോട്ടിൻ തുറന്ന് അതിനകത്തുനിന്ന് $1 എടുത്ത് ഈ ഭിക്ഷ പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ തിളങ്ങുന്ന തിളക്കം, ആ തിളക്കം കണ്ടുകൊണ്ട് ജിം റീസ് ഇങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ കണ്ണിലെ തിളക്കത്തിൻ്റെ കാരണം എന്താ? നിന്റെ മുഖം എന്താ ഇത്രയും സന്തോഷമായി മാറുന്നത്? നീ ഒരു യാചകനാണ്, നിനക്ക് പ്രശംസിപ്പാൻ ഈ ലോകത്തിൽ ഒന്നുമില്ല, സ്വന്തമായ വീടില്ല, സ്വന്തമായ വസ്തുതകളൊന്നുമില്ല, ഞാനൊരു സെലിബ്രിറ്റിയാ, എനിക്ക് സമാധാനമൊന്നുമില്ല. ഉടനെ ആ യാചകൻ എന്ന് പറഞ്ഞു, അക്രോസ് ദ ബ്രിഡ്ജ് there is no more sorrow, across the bridge there is no more, എന്ത് ചെയ്യുക, എല്ലാ ഈ തീരത്തിൻ്റെ അപ്പുറത്ത് ഒരു അസമാധാനവുമില്ല, ഈ തീരത്തിൻ്റെ അപ്പുറത്ത് ഒരു സങ്കടവുമില്ല, എല്ലാം ഇവിടം കൊണ്ട് തീരും, ഇവിടം കൊണ്ട് അവസാനിക്കും. അങ്ങനെ ജിം റീസ് യേശുവിനെ, ആ യാചകൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് യേശുവിനെ അംഗീകരിച്ച ഒരു ദൈവ പൈതലായിരുന്നു. അതിലൂടെ യേശുവിനെ അറിയുവാൻ കർത്താവിന് സാധ്യമായി തീർന്നു. എല്ലാ ദുഃഖവും ഇവിടം കൊണ്ട് തീരും, എല്ലാ വേദനയും ഇവിടം കൊണ്ട് അവസാനിക്കും. അതുകൊണ്ട് പ്രത്യാശയോടെ നമുക്ക് നമ്മുടെ നാഥൻ്റെ മുഖത്തേക്ക് നോക്കി യാത്ര തിരിപ്പാൻ സർവശക്തനെ സഹായിക്കട്ടെ. ഇതുപോലൊരു അവസരം ഒരുക്കി തന്ന പ്രിയ റെനി പാസ്റ്ററോടും ഗ്രേസ് TV യോടും എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. സർവശക്തനെ അനുഗ്രഹിക്കുമാറാകട്ടെ.